വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഹെങ്ങിനെ രക്ഷിക്കാനിറങ്ങുന്ന വാൻമാനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി കഥ കേട്ടാലോ? അതിനു മുന്നേ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. മിസ്പ്ലേസ്മെൻറ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡ്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവരതൊന്ന് കണ്ടു നോക്കി വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുമാത്രമല്ല, ഡ്രാമ സജഷൻസ് ഉണ്ട് നിങ്ങൾക്കെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി കഥ കേട്ടാലോ? വാൻമാനും യുവാനും നടക്കുന്നതിനിടയിൽ മാസ്റ്റർ ഇൻ അവളെ കൊല്ലാൻ ഏൽപ്പിച്ച ചെങ് എന്നയാൾ വന്ന് തോക്കു ചൂണ്ടുന്നു. സെങ്കാവോട് സഹായിയായിരുന്നു അയാൾ. അവൻ്റെ ശരീരത്തിനൊപ്പം ഷെൻ സിസ്റ്റേഴ്സിൻ്റെ ബോഡിയും മറവ് ചെയ്യണമെന്ന് മാസ്റ്റർ ഇൻ അവനോട് പറഞ്ഞത് പ്രകാരമാണ് അവൻ അവളെ കൊല്ലാൻ വന്നത്. എന്നാൽ അവൻ്റെ മനസ്സ് മാറ്റുന്ന തരത്തിൽ സംസാരിച്ച് അവൻ്റെ കയ്യിലിരുന്ന തോക്ക് കൈക്കലാക്കി അവനെ വാൻമാൻ കൊല്ലുന്നു. ഇൻഹെങ്ങിനെ രക്ഷിക്കാൻ അവൾക്കൊപ്പം യുവാനും പോകാൻ വാശി പിടിക്കുന്നുണ്ടെങ്കിലും അവൾ അതിന് സമ്മതിക്കുന്നില്ല. ചെങ്ങിൻ്റെ ബോഡി ഒളിപ്പിക്കാനും അവൾ നിർദ്ദേശിക്കുന്നു. ഒപ്പിയം നൽകിയാണ് തൻ്റെ അമ്മയെ മാസ്റ്റർ ഇൻ കൊന്നതെന്ന് ഇൻഹെങ് അറിഞ്ഞു കഴിഞ്ഞു. അവനെയും അയാൾ കൊല്ലാൻ ആ ബിൽഡിങ്ങിൽ പെട്രോൾ ഒഴിച്ച് കെട്ടിയിരുന്നു. ഒപ്പിയമെല്ലാം അവർ നേരത്തെ തന്നെ ലിതുവിലേക്ക് മാറ്റിയിരുന്നു. വാൻമാനെക്കുറിച്ച് ഇൻഹെങ് അന്വേഷിക്കുമ്പോഴേക്കും മാസ്റ്റർ ഇൻ വെയർഹൗസിന് തീയിട്ടിരുന്നു. ലിതുവിലേക്ക് വന്ന വാൻമാൻ കിങ്സ്യൂനെ കാണുന്നു. ഒപ്പിയം ട്രേഡ് നടക്കുന്നതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നു. ഗാർഡ്സിനെ കൈക്കൂലി കൊടുത്താണ് അവൾ അകത്ത് കയറിയത്. മിസ്റ്റർ ഹോങ്ങിനെ അവൾ കണ്ടുപിടിച്ചു. ഷൂട്ട് ചെയ്യുന്നു കാലിൽ. അപ്പോഴേക്കും ബ്രദർ ഹായും കൂട്ടരും വന്ന് അവളെ കെട്ടിയിടുന്നു. വാൻമാനു നേരത്തെ ഭക്ഷണം നൽകിയത് മറ്റൊരു വേഷം കെട്ടിയ ചെങ്ങായിരുന്നു. ഭക്ഷണത്തിൽ വിഷം ചേർത്ത്. ഇൻഹെങ്ങിനെക്കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല. ഗസ്റ്റ് എന്ന വ്യാജേന ഒപ്പിയം വാങ്ങാൻ ലിതുവിലേക്ക് എത്തിത്തുടങ്ങി ആളുകൾ. മേക്കപ്പ് ഇട്ട് വാൻമാൻ ഇരിക്കുന്നിടത്തേക്ക് മാസ്റ്റർ ഇന്നും കൂട്ടരും എത്തി. 20 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ മാതാപിതാക്കളെ കൊന്നതിനും സഹോദരിയെ ദത്തെടുത്ത് കൊന്നതിനും അവൾ പകരം ചോദിക്കുമ്പോൾ അയാളുടെ ആളുകൾ അവൾക്ക് നേരെ തോക്ക് ചുണ്ടുന്ന സീനിൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്നറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.